അപ്പോൾ ഗായ്സ് എല്ലാവർക്കും മനുഷ്യ ഓറയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ജിമ്മിലാണ്. എൻ്റെ കൂടെ ഉള്ളത് ഇപ്പോൾ ജാബറും പിന്നെ മജീദ്. അപ്പോൾ നമ്മൾ ഇവിടെ വർക്കൗട്ടാണ്. ഇന്ന് ആൾ ബോഡിയാണ്. അപ്പോൾ നാളെ നമുക്ക് ഓണം ഫങ്ഷനാണ് ജിമ്മിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളാണ് നിങ്ങളോടൊപ്പം എനിക്ക് ഈ വീഡിയോയിൽ പങ്കുവെക്കാനുള്ളത്. അപ്പോൾ നാളെയാണ് പരിപാടി. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാളത്തെ പരിപാടിയുടെ ഗതാഗതം. അപ്പോൾ അത്ര തന്നെ ഗൈസ്, ഇതാണ് നമ്മുടെ ജിം ട്രെയിനർ ഷാഹുലാക്ക. നാളത്തെ പരിപാടിക്ക് വേണ്ടി ക്ലീൻ ആക്കുകയാണ്. സ്വന്തമായിട്ട് എന്തൊക്കെയോ പറഞ്ഞിരുന്ന് ചിരിക്കുന്നു. എങ്ങനെ ഗൈസ്, ഞാനിതാ അടുത്ത വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാബർ ഹസൻ. മജീദ് അവിടെ തളർന്നടക്കുകയാണ്. അഭിനാനും ഉണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഷോൾഡറിൻ്റെ. അപ്പോൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോവുകയാണ്, ഷോൾഡറിൻ്റെ തന്നെ. ജാബർ, ഇവൻ്റെ പേരാണ് ജാബർ. ജാബർ വന്നിട്ട് എത്ര മാസമാവും? 2 മാസമാണ്. മജീദ് വന്നിട്ട് എത്ര മാസമാണ്? എന്റെ 6 പാക്ക് കാണിച്ചു കൊടുക്കും. 5. അതെ, ബോഡി കാണിക്കും. എൻ്റെ മോനെ, അല്ലെ നിന്റെ ബോഡി കാണിക്കൂല, അവന്റെ കൊച്ചിന് മാത്രമേ കാണിക്കൂ. എന്റെ ഇങ്ങനെ എന്റെ അമ്മ വയറതല്ലേ ഇത് ഞാൻ വ്ളോഗി ഇടും. ഗായ്സ്, അപ്പൊ നാളത്തെ ഓണത്തിന്റെ പരിപാടിക്ക് എന്റെയും ജാബറിന്റെയും വക ഒരു പാട്ടുണ്ട്. ഇതാണ് എന്റെയും ജാബറിന്റെയും ഷാഹുൽ കാക്കാടെയും ഒരു പാട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഉടനീളം കാണുന്നതാണ് ആ പാട്ട്. ഗൈസ്, ഞാൻ ഇതിൽ പുതിയതാണ്, പക്ഷെ കട്ട സപ്പോർട്ട്, പൊളിച്ചിട്ടേ പോകും. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളത്തെ ഓണം പൊളിക്കണം. നാളത്തെ ഓണം പൊളിക്കുന്നത് ഇതിൽ കാണാം. ശരി എന്നാ. നമ്മുടെ ആൾ ബോഡിയാണ് ഇപ്പൊ കളിച്ചോണ്ടിരുന്നത്. അപ്പൊ ലെഗ് കളിക്കുന്നില്ല, നമ്മള് ലെഗ് സ്കിപ്പ് ചെയ്യാൻ പോണ്. ഹലോ ഗൈസ്, ഇപ്പൊ നമ്മള് കളിക്കുന്നത് ലെഗിന്റെ ആണ്. ഇതിപ്പം 80 അടുപ്പിച്ചിട്ടുണ്ട്. അല്ലെ, നിനക്ക് മാക്സിമം ലെഗ് എത്ര പോവും? 180. എന്റെ മാക്സിമം എന്ന് പറയുമ്പോ 210 ആണ്. പക്ഷെ ഇപ്പൊ നമ്മള് ഏകദേശം ഒരാഴ്ച അടുപ്പിച്ച് നമ്മള് ലെഗ് ജിമ്മിൽ വന്നിട്ട് ഒരാഴ്ച അടുപ്പിച്ചായി. അപ്പം നമ്മളിപ്പോ എല്ലാം കൂടെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴാ ആ ദിവസം ഓണത്തിന്റെ ലീവ്. വീട്ടിൽ ഇരുന്നൊക്കെ വർക്കൗട്ട് ചെയ്ത് പഴയതുപോലെ ഒന്ന് സെറ്റ് ആകണം. അത് തന്നെ. അപ്പൊ വീഡിയോ കാണുന്നവർക്ക് എനിക്ക് പറയാമെന്ന് വെച്ചാൽ, നിങ്ങളെ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പോവുക. എങ്കിലേ നല്ലൊരു റിസൾട്ട് കിട്ടും. ഇല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. നമ്മൾ വന്നിട്ട് ഏകദേശം 6 മാസമായി. അപ്പം നമ്മൾ ഒരു ചേഞ്ച് വരുമ്പോഴത്തേക്കുമായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിലൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക. അത്ര തന്നെ. അപ്പോൾ ജാബറിന്റെ മാക്സിമം എത്രയാണ് ലെഗ്? 160, കൂടിപ്പോയി 170. 170. അപ്പൊ ജാബറിന്റെ 170 ആണ്. ഇപ്പൊ എത്ര അറിയാ? ഇപ്പൊ എത്രയാണ് നീ കളിക്കുന്നത്? ഇത് വെറും 80. അപ്പോൾ ജാബർ ഇപ്പൊ 80 ആണ് കളിക്കുന്നത്. അത് തന്നെ. അപ്പോൾ നമുക്ക് അത് തന്നെ, അത്ര തന്നെ. നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിന്നപ്പോഴായിരുന്നു ഷാഹുലൊക്കെയും നന്ദു ചേട്ടനും അത്തം വരയ്ക്കുന്നത് കാണാനിടയായത്. അത് കണ്ടപ്പോൾ അവരെ സഹായിക്കാതിരിക്കാൻ തോന്നിയില്ല. ഞാൻ 3rd ഇയർ പഠിക്കുന്ന ടൈമിൽ കോളേജിൽ ഞാനായിരുന്നു അത്തം ഇട്ടത്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അവരെ സഹായിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മള് അത്തം വരച്ചിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഫിനിഷ് ആയി. നാളെ പെണ്ണുങ്ങൾ വന്ന് റെഡിയാക്കും. അത് തന്നെ. അപ്പൊ നിങ്ങൾക്ക് പൂ കാണിച്ചു തരാം. നാളെ ഇടാൻ പൂക്കൾ കാണിച്ചു തരാം. ഇതാണ് പൂക്കൾ. ഇത് ഇവന്റെ പൂ. ബാക്കിയുള്ളവരുടെ പൂക്കൾ കാണിച്ചു. ഫ്രണ്ടില് ഡെക്കറേഷൻ വീഡിയോ കാണിച്ചു തരാം. എവിടാ
ഗൈസ് ഫ്രണ്ടില് നമ്മുടെ ജിമ്മിലെ അനന്ത് ചേട്ടൻ ചെയ്ത ഡെക്കറേഷൻ ആണ്. എന്നാ ഒരു ഡെക്കറേഷനാ ഗൈസ്, കണ്ടില്ലേ? ഓറഞ്ച് മഞ്ഞ, ഞെട്ടിപ്പോയി ഗൈസ്. ഗൈസ് നാളത്തെ പൂക്കൾ, നാളെ ഇടാൻ പോകുന്ന പൂക്കൾ ഡെക്കറേറ്റ് ചെയ്തത് വാണം വീട്ടിൽ അൻഷാദ്. ഞാൻ മണ്ടേ ഇട്ട പേരാണ് പ്ലസ് വണ്ണിൽ TV. ഡെക്കറേഷൻ ചെയ്യുന്ന ആളെ കാണിച്ചു തരാം. ഷാഹുൽ കാക്ക. അല്ല സോറി ആ ഡെക്കറേഷൻ ആ ഡെക്കറേഷൻ നേരത്തെ കണ്ടില്ല. ഡെക്കറേഷൻ ചെയ്യുന്നത് നമ്മുടെ ചേട്ടൻ, അനന്തു ചേട്ടൻ. നന്ദു ചേട്ടൻ. ഓണം വക സ്പെഷ്യൽ മുത്തം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വക, കുടുംബത്തിന്റെ വക, എഫാത്തെ, നമ്മുടെ ജിമ്മിന്റെ പേരാണ് എഫാത്തെ, ഇവിടെ വക ഓണാശംസകൾ. വന്നോണം നിന്നോണം മുത്തിക്കോണം. അങ്ങനെ ജിമ്മിലെ പരിപാടികളൊക്കെ 9:30 തുടങ്ങി. പക്ഷെ ഞാൻ എണീറ്റപ്പോൾ 11 മണി. അതുകൊണ്ട് തന്നെ 12 മണി അടുപ്പിച്ചാണ് നമ്മൾ ജിമ്മിലെത്തി. എന്നെ കാത്ത അവന്മാരും നിന്നുകൊണ്ട് അവന്മാരും ആ ടൈമിൽ തന്നെ കയറി. വന്ന് കയറിയപ്പോൾ ആദ്യം കണ്ടത് ഞാൻ വരച്ച അത്തം ജിമ്മിലെ ചേച്ചിമാർ മനോഹരമായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ വന്ന ആദ്യം കണ്ടത് തന്നെ പ്ലാങ്ക് ആയിരുന്നു. രണ്ടുപേരും പരസ്പരം ഒടുക്കത്തെ ഈഗോയിലായിരുന്നു കളിച്ചിരുന്നത്. ഏകദേശം 10 മിനിറ്റോളം അവർ പ്ലാങ്കിലായിരുന്നു. അവസാന നിമിഷം ജിമ്മിലെ മാഷി തന്നെ പറഞ്ഞു രണ്ടുപേരും ജയിച്ചു. എന്നിട്ടും അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായി. അതിനുശേഷം ഞാൻ കാണുന്നത് കുറച്ച് ചേട്ടന്മാർ അർദ്ധനഗ്നരായിട്ട് നിൽക്കുന്നു. ഞാൻ വരുന്നതിന് മുമ്പേ ബോഡി ഷോ ഉണ്ടായിരുന്നു. എനിക്കത് കാണാൻ പറ്റിയില്ല. അതിന് കാരണം വേറൊന്നുമല്ല, ഞാൻ താമസിച്ചത് കൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞ് ഞാനും ജാബറും കൂടെ താഴെ ഓണത്തിന്റെ ഫിക്സൊക്കെ എടുക്കുകയാണ്. നമ്മളപ്പോ ജിമ്മിലെത്തി. വന്നോണം നിന്നോണം മുത്തിക്കോണം. നീ എന്തിനാ ഇത് തന്നെ? ഇന്നത്തെ ബ്ലോഗ് മൊത്തം ഇതായിരിക്കും, മുത്തിക്കോണമായിരിക്കും. കഴിവുള്ള ചെറുക്കൻ ഇവനെ പോലെ കഴിവ്. ഈ പ്രൈസ് കിട്ടിയവരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്കായിരുന്നു. എന്തെന്ന് വെച്ചാൽ ആർക്ക് പ്രൈസ് കിട്ടിയാലും നമ്മളായിരിക്കും അവിടെ ഷോ ഇറക്കുന്നത്. പിന്നെ ഈ പരിപാടിയുടെ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ജിമ്മിലെ ഓരോ ആൾക്കാരും ഓരോ ടൈമല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഓണപരിപാടിയിലൂടെ എല്ലാവരോടും അല്ലെങ്കിലും അത്യാവശ്യം ആൾക്കാരോട് സംസാരിക്കാൻ സാധിച്ചു. ഞാൻ 7:30 ജിമ്മിൽ പോകാറുള്ളത്. അപ്പോഴെല്ലാം ഞാൻ ഈ ചേച്ചിയെ കാണാറുമുണ്ട്. ഇവർ വരും പാമ്പ് പോലെ വർക്കൗട്ട് ചെയ്തിട്ട് അങ്ങനെ പോകും. ബട്ട് ഇന്നത്തെ ദിവസം ആള് നമ്മളെ ശരിക്കും ഞെട്ടിച്ചു. പരിചയപ്പെട്ടതിലൂടെ ഒരു കാര്യം മനസ്സിലായി, ആള് ചില്ലറ കാര്യമല്ല. ഷി വാസ് എ പ്രൊഫഷണൽ ഡാൻസർ ആൻഡ് ടുഡേ ഷി നെയിൽഡ് ഇറ്റ്. ഈ ചേച്ചിയുടെ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജിമ്മിലെ ട്രെയിനറായ ഷാഹുൽ കാക്കയുടെ മുൻനിരയിൽ നിന്നും കേന്ദ്ര കഥാപാത്രമായി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ്. എന്ത് പറയാനല്ലേ? ഏതാ ഷാഹുലാക്ക? നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു അല്ലേ? ഷാഹുലാക്ക നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു അല്ലേ? ഷാഹുലാക്ക ഭയങ്കര ഡാൻസറോ? എന്ത് പറയാനല്ലേ? ഷാഹുലാക്കയുടെ ഡാൻസ് ഒരു കിടിലം. സത്യം. അടുത്തതായിട്ട് എന്റെയും ഷാഹുലാക്കയുടെയും ജാബറിന്റെയും അജീതിന്റെയും ഒരു മാപ്പിളപ്പാട്ടാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ക്യാമറമാൻ ഒരു
ഗൈസ് അപ്പം നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കുകയാണ്. പരിപാടിയുടെ അവസാനം ജിമ്മിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഞാൻ വരച്ച അത്തം ഞാൻ തന്നെ ആദ്യം ചവിട്ടി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഈ വർഷത്തെ എൻ്റെ ജിമ്മിലെ ഓണം അവസാനിച്ചു. ഈ 10 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഈ വീഡിയോയും അവസാനിച്ചു. അപ്പോൾ ശരി, നിങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ സ്വന്തം അൻഷാദ് ഓറ സൈനിങ് ഓഫ്. ബൈ.